ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ചർച്ചയായി മാറിയിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട്. ഇരുവരുടെയും സൗഹൃദം കടുത്ത വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിനോടുള്ള പ്രണയം തുറന്നു പറയുന്നത്. എനിക്ക് നിന്നോട് പ്രണയമാണെന്നും അത് വെറും റൊമാൻറ്റിക് അല്ലെന്നും അതിലും മുകളിലൊന്നുമാണ് ഗബ്രി പറഞ്ഞത്. എന്നാൽ ഈ തുറന്നു പറച്ചിൽ ഗെയിമിന്റെ ഭാഗമാണോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. കോംബോ കളിയുടെ അടുത്ത ലെവലോ അതോ റിയൽ ലവ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇന്നലെ ജാസ്മിൻ ലാലേട്ടനോട് ഗബ്രിയുടെ ടീമിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞതോടെ ഗബ്രി ആകെ തകർന്ന മട്ടാണ്. ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ശേഷവും കാര്യങ്ങൾ കഴിഞ്ഞില്ല. ജാസ്മിനോട് തനിക്കുള്ള ഇമോഷൻ കളയില്ല, എന്നും വളരെ സീരിയസ് ആണെന്നും ഗബ്രി പറഞ്ഞുവെന്നും പറയുന്നു. ഗബ്രിയിൽ നിന്നും നൈസായി ഒഴിഞ്ഞു മാറി പുതിയ ഗെയിം തുടങ്ങാൻ ഇരുന്ന ജാസ്മിനുള്ള ഒരു ട്രാപ്പാണ് ഗബ്രിയുടെ നിലവിൽ ഉള്ള മൂവ്. അതിൽ ജാസ്മിന്റെ ഗെയിം മുഴുവൻ തകരും, അല്ലെങ്കിൽ അത് വളരെ സീരിയസ്. ഗബ്രി ഇല്ലെങ്കിലും ജാസ്മിൻ മുന്നോട്ട് പോകും. എന്നാൽ ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് ഹൗസിൽ നിലനിൽപ്പില്ല. അത്രയും ജാസ്മിൻ എന്ന കംഫർട്ട് സോണിലാണ് ഗബ്രി. ജാസ്മിൻ വേറെ ടീമിൽ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വിരളി പിടിക്കുന്നതിന്റെ കാരണം അതാണെന്നും പറയുന്നു. മാത്രമല്ല, ഏത് ടൈപ്പ് ബന്ധമാണെങ്കിലും ഗബ്രി ഒരു ഒന്നാന്തരം ടോക്സിക് ആണ്. ഇനി ഇത് ഗെയിം അല്ല റിയൽ ഇമോഷൻ ആണെങ്കിൽ ഗബ്രിക്ക് തന്നെയാകും ഒടുവിൽ പണി കിട്ടുക. ഏതായാലും അകത്ത് കയറുന്ന വൈൽഡ് കാർഡുകളുടെ ഡയറക്റ്റ് ടാർഗറ്റ് തന്നെയായിരിക്കും ഇവർ എന്നും കുറിപ്പിൽ പറയുന്നു. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ജാസ്മിനെ കെട്ടിയിട്ടതുപോലെയായി. ഒന്നുകിൽ ഗബ്രി ഗെയിം കളിക്കുകയാണ് ജാസ്മിനെ ഷെറലയാക്കാൻ, അല്ലെങ്കിൽ അവന് ജാസ്മിൻ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഗബ്രി ടോക്സിക് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കൺട്രോളിംഗ് ബിഹേവിയർ ഇടയ്ക്കിടയ്ക്ക് കാണാം. ജാസ്മിന് സത്യത്തിൽ എല്ലാവരുമായും സിങ്കാവുന്ന വ്യക്തിത്വമാണ്. ഗബ്രിയെ വിട്ടാലും വേറെ ടീമിൽ അവൾ സെറ്റായിക്കോളും. ഗബ്രിക്ക് അത് പറ്റില്ല. ഏർപ്പിടുത്തം വിടാൻ പറ്റില്ല. അതാവും ജാസ്മിനെ മാറ്റി നിർത്താത്തത്. ഇന്നലെയും ജാസ്മിന്റെ ഹാപ്പി മൂഡ് നശിപ്പിക്കുകയാണ് അവൻ ചെയ്തത് എന്നൊക്കെയാണ് കമന്റുകൾ വന്നിരിക്കുന്നത്.